ഉത്തരവാദ കലോത്സവം എന്ന പേരുപോലെ കലോത്സവ നഗരിയിലെ വൃത്തിയും വെടുപ്പും വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വമാണ്. വേദികളിൽ ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയർമാർ സദാസമയം സജീവമാണ്. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളിൽ നിന്നും ദിവസവും 150 വിദ്യാർത്ഥികളാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനെത്തുന്നത്. കലോത്സവ വേദിയിൽ പ്ലാസ്റ്റിക് കുപ്പികളുമായി എത്തുന്നവരുടെ കൈകളിൽ നിന്നും 10 രൂപ വാങ്ങി കുപ്പിയിൽ സ്റ്റിക്കർ പതിച്ചു നൽകും. കുപ്പി തിരിച്ചേൽപ്പിച്ചാൽ 10 രൂപ തിരികെ നൽകും. കലോത്സവം നടക്കുന്ന എല്ലാ വേദികളിലും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിവിടെ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കൂടെ കുറച്ച് NSS കുട്ടികളുണ്ട്. 150 കുട്ടികളാണ്, NSSൻ്റെ കുട്ടികളാണ് ഇവിടെ ഓരോ വേദിയിലായിട്ടും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കണം എന്നുള്ള ഒറ്റ വിചാരത്തോടു കൂടിയിട്ടാണ്, ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലോത്സവ വേദിയിൽ ആരും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നമ്മൾ ഈ സ്റ്റിക്കർ കൊണ്ടുപോയി കൊടുക്കും. ആ സ്റ്റിക്കർ ആ കുപ്പിയിൽ പതിപ്പിക്കും. ഇവിടെ പ്ലാസ്റ്റിക് അലൗഡ് അല്ല. ഈ കുപ്പി അവർ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് പതിപ്പിച്ച കുപ്പി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ 10 രൂപ തരണം. 10 രൂപയും പിന്നെ നമ്മൾ ഈ റെസീറ്റും സ്റ്റിക്കറാണ് നമ്മൾ അവർക്ക് കൊടുക്കുക. സ്റ്റിക്കർ ആ കുപ്പിയിൽ പതിപ്പിച്ച് വിടും. ഇവർ ആ സ്റ്റിക്കറുള്ള കുപ്പിയും ഈ റെസീറ്റും എപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ തിരിച്ചേൽപ്പിക്കുന്നോ അപ്പോൾ തന്നെ അവർ തന്ന പൈസ 10 രൂപ നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും. അപ്പോൾ അവിടെ ഇവിടെയും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പരിപാടിക്ക് NSSൻ്റെ കുട്ടികളെയും വെച്ചിട്ട് നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് PBS സംഘടന ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആയിരങ്ങളെത്തുന്ന കലോത്സവ വേദികൾ വൃത്തിയായി സൂക്ഷിക്കാനും ഇവർ ജാഗ്രത പുലർത്തുന്നു. ജീവൻ ന്യൂസ്, തൃശൂർ.